ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചിപ്പി ഇങ്ങനെ ഹായ് ഡാഡി എന്ന് പറഞ്ഞിട്ട് ഓടി വരുവാട്ടോ. നമ്മുടെ ചിപ്പിനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ മഹേഷ്. എടുത്ത് പൊക്കി ഇങ്ങനെ കറക്കി ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ കുറേ ഉമ്മ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിപ്പിൻ തിരിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷിത അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും മാഷി എല്ലാം ശരിയായി എന്ന രീതിയിൽ കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ച് കാണിച്ചതിന് ശേഷം മഹേഷിൻ്റെ അടുത്ത് ശരിയെന്നാ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഷ് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അപ്പോൾ തന്നെ അങ്ങോട്ട് പോകുവാട്ടോ. ശേഷം നമ്മുടെ ചിപ്പി ഇഷിതേനെയും അതുപോലെ തന്നെ മഹേഷിനെയും രണ്ട് കൈകളിലും ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, അതെ ഡാഡി, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊരു പിക്നിക്കിനെ പോയാലോ? ഒരു ഫാമിലി ടൂറ്, ഞാനും ഡാഡിയും അമ്മയും മാത്രമായിട്ട് പോകാം എന്ന് മഹേഷ് പറയാണ്. അങ്ങനെ മഹേഷ് നമ്മുടെ ചിപ്പീനെയും അതുപോലെ തന്നെ ഇഷിതനെയും ചേർത്ത് പിടിച്ചിട്ട് നടന്ന് തിരിച്ച് കാറിലേക്ക് കയറുക കേട്ടോ. കാറിലേക്ക് കയറുമ്പോഴേക്കും ഇഷിത മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവർ ആ ഒരു 3 മിനിറ്റ് ആലോചിച്ച് പോവാട്ടോ. കാരണം ഇഷിതയും മഹേഷും പരിചയപ്പെട്ടതും ഈ മഹേഷ് ഒറ്റക്കായതും, അതായത് രചന ഇട്ടേച്ച് പോയ സമയത്ത് ഒറ്റക്കായതും, ഇഷിത ആദ്യമായിട്ട് ചിപ്പീനെ കണ്ടുമുട്ടിയതും, മഹേഷും ഇഷിത ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും, അവർ പാർക്കിൽ പോയതും, ഭാര്യയായിട്ട് അഭിനയിച്ചതും, പിന്നീട് കല്യാണം കഴിക്കേണ്ടി വന്നതും, ഒരുമിച്ചിട്ടുള്ള തല്ലിപിടുത്തവും വഴക്കും പിണക്കവും ഇണക്കവും, അതുപോലെ തന്നെ മഹേഷ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിടന്നുറങ്ങാതെ കരഞ്ഞപ്പോഴേക്കും കൂടെ കരഞ്ഞ് കൂടെ ഉറക്കമില്ലാതിരുന്ന ഇഷിതയും, അങ്ങനെ ഒരു പാട്ടാണ് പിന്നീട് കാണിക്കുന്നത്. ആ പാട്ടിൽ ഇഷിതയും മഹേഷിനെയും ഇതുവരെയുള്ള ജീവിതമാട്ടോ ആ പാട്ടിലൂടെ കാണിച്ചത്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിപ്പിയെടുത്ത് ഇഷിത ചോദിക്കുന്നുണ്ട്, ആ മോളെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, ഇന്നത്തെ പിക്നിക്ക് അടിപൊളി ഡാഡി, ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം പിക്നിക്കിന് പോകണം കേട്ടോ എന്ന് പറയാണ്. ആ അതിനെന്താ പോവാലോ എന്ന് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്. ഇന്ന് ആരായിരുന്നു സൂപ്പർ മോളെ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ, ഇന്ന് ഡാഡിയായിരുന്നു സൂപ്പർ. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ഡാഡി, കലക്കി പൊളിച്ചടുക്കി, ഡാഡിയാണ് മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയാണ്. അതൊരു കളറും, ഇന്നെന്തോ കളറ് മാറിയില്ല. കളറ് മാറോ? എന്തൊക്കെയാണ് അമ്മ പറയണത്? അതെ, ഒരു ജീവിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിറം മാറണ ഒരു ജീവി, കളർ മാറിക്കൊണ്ടേയിരിക്കും. അതെ, നിൻ്റെ അച്ഛൻ്റെ ഡാഡിയുടെ ഫേവറേറ്റ് ജീവിയാ എന്ന് പറയുമ്പോഴേക്കും, അതേത് ജീവിയാ ഡാഡി എന്ന് ചിപ്പി ചോദിക്കുകയാണ്. അതൊരു പ്രത്യേകതരം ജീവിയാ, പേര് ഞാൻ വേണമെങ്കിൽ സ്പെല്ലിങ് പറയാം, ISHITHA എന്ന് പറയാണ്. അത് അമ്മയല്ലേ? അമ്മയാണോ നിറം മാറുന്നത്? അമ്മ സാരിയല്ലേ മാറാറ്? ആ ഞാനെന്തായാലും ഇപ്പോൾ ഒന്നും പറഞ്ഞ് നാണം കെടുത്തുന്നില്ല. അതെ ഇഷിത, ഫ്ലാറ്റിലേക്ക് പോകുമ്പോഴേ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയരുത് കേട്ടോ. പിന്നെ ഞാൻ തീർച്ചയായിട്ടും പറയും. എന്തൊക്കെയാണ് പറയാൻ പാടാത്തതെന്ന് പറഞ്ഞാൽ അത് മാത്രം ഞാൻ പറയാതിരിക്കുക. അതെ, ഞാൻ സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടത് പറയാതിരിക്കണോ? വേണം, അത് പറയും, തീർച്ചയായിട്ടും പറയും എന്ന് ഇഷിത പറയാണ്. പിന്നെ ഞാൻ എന്താ പറയാതിരിക്കേണ്ടത്? സന്യാസം സ്വീകരിക്കാൻ വേണ്ടി ഇന്ന് പോയതാണോ? അതും ഞാൻ തീർച്ചയായിട്ടും പറയും. ഇഷിത പ്ലീസ് എന്ന് പറയാണ്. ശരി, ആ കത്തെഴുതി വെച്ച കാര്യം പറയാതിരിക്കണോ? പറയാതിരിക്കണം ഇഷിത, അത് ഞാൻ എന്തായാലും പറയും. കാരണം വളർത്തിയവരേക്ക് അച്ഛനും അമ്മയൊക്കെ അറിയട്ടെ ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന്. ഞാനിതൊക്കെ എന്തായാലും തീർച്ചയായിട്ടും പറയും കേട്ടോ. പിന്നെ ഫ്ലാറ്റിൽ അവരെല്ലാം കാത്തിരിക്കുകയാണ്, വാ പോകാം എന്ന് പറഞ്ഞിട്ട് മഹേഷിനെയും ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ഇഷിത ഫ്ലാറ്റിലേക്ക് പോകുക കേട്ടോ. ഫ്ലാറ്റിന് മുമ്പിൽ എത്തുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, മഹേഷ് ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. അയ്യോ, താനെ ഒറ്റക്കാക്കി പോവല്ലേടോ. പോകാൻ എന്താ, വീട്ടിൽ കയറുന്ന എന്താ ഇത്ര ചമ്മലോ? മടിയായിരിക്കും അല്ലേ? ശരി ശരി ശരി, വാ വാ കയറ് എന്ന് പറയാണ്. വലതുകാലി വെച്ച് കയറ് എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ മഹേഷിനെ, എടോ താനിങ്ങനെ നാണം കെടുത്തല്ലേ, ഒന്നും പറയല്ലേ പ്ലീസ് എന്ന് പറയാണ്. കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ആ സമയത്ത് സ്വപ്നലയാണെങ്കിൽ രാമനാഥനോട് ചോദിക്കേണ്ടത്, രാമ, മഹേഷും ചിപ്പിയും അതുപോലെ തന്നെ ഇഷിതയും പോയിട്ട് പിക്നിക്കിന് പോയാന്നല്ലേ അപ്പുറത്തെ മാഷ് പറഞ്ഞത്? ഇത്രയും സമയമോ പിക്നിക്കിന് പോയിട്ട് എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയട്ടെ, അതെ അവർ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ, അവർ ഫാമിലി ആയിട്ടൊന്ന് ചുറ്റിക്കറങ്ങുമായിട്ട് അല്പം വൈകിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ വാതിൽ തുറക്കുവാണ് മഹേഷും ചിപ്പിയും ഇഷിതയും വന്നിട്ടുണ്ട്. ദേ രാമ, ചിപ്പിമോള് വന്നു, ചിപ്പിമോളെ എന്ന് പറഞ്ഞ് പറയാണ്. ഡാഡി ഇനി വലതുകാലം വെച്ച് അകത്തേക്ക് വാ. വലതുകാലം വെച്ച് അകത്തേക്ക് വരാനോ? ചിപ്പിമോൾ എന്തൊക്കെയാണ് ഡാഡി അടുത്ത് പറയണത് എന്ന് സ്വപ്നം വലി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ചിപ്പി പറയണ്ട്, അത് വേറൊന്നുമല്ല അച്ഛമ്മേ, ഈ ഡാഡിനെ ഉണ്ടല്ലോ അമ്മ കല്യാണം കഴിച്ചു, അപ്പോൾ വലതുകാലം വെച്ചിട്ട് അകത്ത് കണ്ടത് ഡാഡിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ വളർന്നു വലുതാകുമ്പോൾ എൻ്റെ കല്യാണം ആവില്ലേ, ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടായിരിക്കും വലതുകാലം വെച്ച് അകത്തേക്ക് കയറിപ്പിക്കണത് എന്ന് ചിപ്പി പറയാണ്. അത് കേട്ട് എല്ലാവരും ചിരിക്കുക കേട്ടോ. സ്വപ്നം ചോദിക്കുന്നുണ്ട്, മോനെ നീ ഇത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, അത് നമ്മുടെ മഹേഷേ ഒരു രചന പ്രബന്ധം വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നു. പ്രബന്ധമോ? എന്തൊക്കെയാണ് മഹേഷ് കേൾക്കണത്? അതെ സത്യമാണ്, ഇഷിത എന്ത് പറഞ്ഞു അതൊക്കെ തന്നെയാണ് സത്യം എന്ന് മഹേഷ് പറയാണ്. പെട്ടെന്ന് എനിക്ക് മഞ്ജിമ സ്വപ്നവലിയെടുത്ത് പറയണ്ട്, കണ്ടോ അമ്മേ, അവള് തലേണ മന്ത്രം തുടങ്ങി എന്ന് പറയാണ്. സ്വപ്നവലി വീണ്ടും ചോദിക്കുന്നുണ്ട് മഹേഷിനടുത്ത്, അല്ല നിങ്ങൾ ഇന്ന് എവിടേക്കാണ് യാത്ര പോയത്? അത് എന്താണ് ഇഷിത എന്ത് പറയണത്? അവിടെ തന്നെയാണ് പോയത് എന്ന് മഹേഷ് ചിരിച്ചുകൊണ്ട് പറയാണ്.
അതെന്താടാ നീയല്ല ഇഷിതടുത്ത് ചോദിക്കാൻ പറയുന്നത്? അമ്മേ അത് വേറൊന്നുമല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷിത പറയാണ്, ഞാനൊരു കഴുതയാണ്. കഴുത കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ, അതുകൊണ്ട് മഹേഷിൻ്റെ കാല് പിടിക്കുകയാണ്. അപ്പോഴേക്കും രാമനാഥൻ പറയണ്ട്, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, നല്ല ക്ഷീണം കാണും. മൂന്ന് പേരും നന്നായിട്ടൊന്ന് ഫ്രഷ് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം എന്നിങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ അവർ റൂമിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ മഞ്ജിമ രാമനാഥനോട് പറയണ്ട്, അച്ഛാ ഇതിലെന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ആ ഉണ്ട് ഉണ്ട്, ഇവിടുത്തെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് അത് നീയാ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം നമ്മുടെ സ്വപ്നവലി പറയണ്ട്, ആ എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു ഈശ്വരാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പറയണ്ട്, അതെ ഭംഗിയായിട്ട് നടന്നത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് രാവിലെ മുതലേ ഞാനേ മുരുകനെ വിളിക്കുക, എല്ലാം ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞാലേ സ്വപ്നത്തിനെ കൊണ്ട് 5 പ്രാവശ്യം മല ചവിട്ടാന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അയ്യോ രാമ ചതിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ അങ്ങോട്ട് പോവാണ്. എൻ്റെ മുരുക ഞാൻ 5 പ്രാവശ്യം മല ചവിട്ടണോ എൻ്റെ മുരുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവല്ലി അങ്ങനെ ഇരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്ന മഞ്ജുമേനെയാണ്. മഞ്ജുമ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കുവാട്ടോ. നീ എന്താ മോളെ ഇങ്ങനെ ഇരിക്കണത് എന്ന് ചോദിച്ചുകൊണ്ട് സ്വപ്നവലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഞ്ജുവ പറയുന്നുണ്ട്, അമ്മ ശ്രദ്ധിച്ചില്ലേ അച്ഛൻ പറഞ്ഞത് ഞാനൊരു ശല്യമാണ് അത്രേ എന്ന് പറയുമ്പോൾ, അയ്യോ അച്ഛൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, വേണ്ട അമ്മേ ആ അച്ഛൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്ന് പറയുമ്പോഴേക്കും, മോളെ അങ്ങനെയല്ല അച്ഛൻ പറഞ്ഞത് ആ രീതിയിൽ നീ എടുക്കുകയും വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ രാമനാഥൻ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും സ്വപ്നവലി പറയുന്നുണ്ട്, രാമ ദേ മഞ്ജുമൊക്കെ പരാതിയുണ്ട് കേട്ടോ, അവൾ ഇവിടെ നിൽക്കണില്ല, നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കണത് എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ ഉള്ളത് എനിക്കൊരു കൂട്ടുകാരാമ ആയിക്കോട്ടെ, പക്ഷെ മഹേഷിന് ഇപ്പോൾ ഒരു കുടുംബമുണ്ട്, അവരുടെ കുടുംബത്തെ വെറുതെ കയറി പ്രശ്നം ഉണ്ടാക്കരുത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, എത്ര വർഷമായി അവൻ കുടുംബമൊന്നുമില്ലാതെ ഇങ്ങനെ കഴിയണത്, ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമൊക്കെ ആയത്, അവരുടെ സ്വകാര്യതകൾക്കും സന്തോഷങ്ങൾക്കും വിട്ടുകൊടുക്കുക, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരി രാമ എന്ന് സ്വപ്നവലി പറയാണ്. അല്ല ചിപ്പി എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഒന്നും പറയണ്ട, മഹേഷ് ചിപ്പിയുടെ അടുത്ത് നിന്ന് മാറുന്നേ ഇല്ല, അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് എന്നിങ്ങനെ സ്വപ്നവലി ഇങ്ങനെ പറയുവാട്ടോ. മഹേഷ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുക കേട്ടോ. ആ അതെ ചിപ്പി എത്തിയല്ലോ എന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും, അതെ ഇന്ന് എൻ്റെ ഡാഡിയാണ് കുളിപ്പിച്ചത്, ആഹാ കൊള്ളാലോ, വാ ഇരിക്കുക ഭക്ഷണം കഴിക്കണം മഹേഷ് എന്ന് രാമനാഥൻ പറയാണ്. അങ്ങനെ രാമനാഥനും മഹേഷും ചിപ്പിയും സ്വപ്നവലി ഇരിക്കുന്നുണ്ട്. എന്താ ചേച്ചി ഇരിക്കാത്തത് എന്ന് നമ്മുടെ മഹേഷ് ചോദിക്കുമ്പോഴേക്കും രാമനാഥൻ പറയണ്ട്, ഓ അവൾക്ക് ഇരുന്നോളും എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചിപ്പി പറയണ്ട്, അപ്പയുടെ വായിന്ന് വരുന്ന വാക്കുകളൊക്കെ മോശം വാക്കുകളല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. കണ്ടോ അമ്മേ, ഇവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണത് ആ ഇഷിതയാണ് എന്നിങ്ങനെ പറയാണ്. അല്ല ഇഷിത എവിടെ എന്ന് സ്വപ്നവലി ചോദിക്കുമ്പോൾ, അവളിപ്പോൾ വരും എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ചിപ്പിക്ക് വാരി കൊടുക്കുക കേട്ടോ. അത് കണ്ടുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ കൊള്ളാലോ മോളെ, ഇന്ന് അമ്മേനെ ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഇന്ന് ഡാഡി വാരിത്തരും, നാളെ അമ്മ വാരിത്തരും എന്ന് പറയാണ്. അത് കൊള്ളാം, ഞാൻ പറഞ്ഞതല്ലേ മോളെ ചിപ്പി ഭക്ഷണം സ്വയം വാരി കഴിക്കണമെന്ന് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ വീട്ടിൽ ഞാൻ വാരിക്കൊടുക്കും എന്ന് മഹേഷ് പറയാണ്. ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, നോ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, പിള്ളേർ ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കേണ്ട ഒന്നാണ്, അവരൊറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചോളും എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അടുത്തവയ്ക്ക് സ്വപ്നവലി പറയുന്നുണ്ട്, ദേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഇവിടെ നിൻ്റെ അധികാരമൊന്നും കാണിക്കേണ്ടെന്ന്, ഈ വീട്ടിൽ അമ്മേ ഞാൻ പറഞ്ഞ നല്ലതിന് വേണ്ടിയിട്ടാണ്, സ്കൂളിൽ പിള്ളേർ ഒറ്റയ്ക്കല്ലേ കഴിക്കണത്, അത് സ്കൂളിൽ ഇവിടെ വരുമ്പോഴേ പിള്ളേർക്ക് വാരി കൊടുക്കാം, ഒരു കുഴപ്പമില്ലേ അമ്മേ, ചിപ്പിയുടെ അമ്മ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കതിൽ അധികാരമുണ്ട് എന്ന് ഇഷിത പറയാണ്. അതിന് ആര് പറഞ്ഞിട്ട് നിനക്ക് ആര് അധികാരം തന്നിട്ട് ചിപ്പിയുടെ അമ്മയാണെന്ന് പറയാനായിട്ട്, ചിപ്പിയുടെ അമ്മ നീ എങ്ങനെയാണ് ആവണത്, നീയാണോ ഇവളെ പ്രസവിച്ചത് എന്ന് സ്വപ്നവലി അടുത്ത വായിക്ക് ചോദിക്കുകയാണ്. അത് കേൾക്കണ ഇഷിത ഒന്ന് ഷോക്ക് ആവാട്ടോ, ഞെട്ടിപ്പോകാണ്. ഇഷിതയുടെ കണ്ണൊന്നും അറിയുന്നുണ്ട്. മഹേഷിൻ്റെയും അച്ഛൻ്റെയും മുഖത്തേക്കൊക്കെ മാറി മാറി നോക്കിയിട്ട് ഇഷിത വേഗം റൂമിലേക്ക് കയറി പോകുവാണ്. അതിനുശേഷം രാമനാഥൻ പറയുന്നുണ്ട്, നോക്ക് സ്വപ്നം എന്ന് പറയുമ്പോഴേക്കും സ്വപ്നത്തിൻ്റെ മുഖമൊക്കെ ആകെ മാറോട്ടെ, അറിയാണ്ട് പറഞ്ഞു പോയ വാക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കണ്ണ് നിറയാണ് സ്വപ്നവലിയുടെ. രാമനാഥൻ പറയുന്നുണ്ട്, നോക്ക് ഇഷിത എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഉണ്ടല്ലോ, ഞാനും മാഷും കൂടി കഷ്ടപ്പെട്ട് സംസാരിച്ച് മഹേഷിനെ വേണ്ടി കണ്ടുപിടിച്ച പെണ്ണ, ആ പെണ്ണിനെ കെട്ടിക്കൊന്നപ്പോൾ തൊട്ട് അവളെ ബോൾ കളിക്കുന്ന പോലെ പന്ത് കളിക്കുക നീയും നിൻ്റെ മോളും കൂടി ചേർന്നിട്ട്, ഇനി എങ്ങാനും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. ശേഷം നമ്മുടെ ചിപ്പിക്ക് വാരി കൊടുക്കാൻ വേണ്ടി മഹേഷ് നോക്കിയിട്ട് സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞ വാക്കുകൾ കുറച്ച് കൂടിപ്പോയിട്ടോ, ഞാൻ അമ്മയുടെ എതിർത്തൊന്നും പറയാതെ എന്താണെന്നറിയാവോ, അപ്പോൾ എതിർത്ത് പറഞ്ഞ അമ്മക്ക് വല്ലാത്ത വിഷമമാകും, പക്ഷേ അമ്മ പറഞ്ഞത് എത്രമാത്രം വലിയ വാക്കാണ് തെറ്റാണെന്ന് അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് മഹേഷ് പറയുമ്പോൾ, സോറി മോനെ അറിയാണ്ട് വായിന്ന് വീണതാ, ഈ അറിയാണ്ട് വായിന്ന് വീണ വാക്കുകൾ തന്നെയാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കണത് എന്ന് മഹേഷ് പറയണം. മോള് കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും, എനിക്ക് വേണ്ട, എൻ്റെ അമ്മ കഴിക്കാതെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിപ്പി ദേഷ്യത്തോട് കൂടി തന്നെ റൂമിലേക്ക് പോവാണ്. അതിനുശേഷം മഹേഷും ദേഷ്യത്തോടെ കൂടി തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കൈ കഴുകുവാട്ടോ. അതിനുശേഷം സ്വപ്നവലി കണ്ണൊക്കെ നിറഞ്ഞ് അവിടെ നിൽക്കുവാണ്. മഞ്ജുമ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയെന്ന് പറയുമ്പോൾ വേണ്ട, തെറ്റായിപ്പോയി, വലിയ തെറ്റായിപ്പോയി, എനിക്ക് അങ്ങനെയൊന്നും തോന്നണില്ല എന്ന് മഞ്ജുമ പറയാണ്. അല്ല എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ഇഷ്ടത്ത് സംസാരിച്ചോളാം, മാപ്പ് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് സ്വപ്നവലി അവിടെ നിന്ന് എഴുന്നേക്കുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണീനെയാണ്.
പ്രിയാമണി തിരക്കിട്ട ജോലിയിലാണ്ട് പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രിയാമണി പറയണ്ട്, പിള്ളേർ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയാണ്. അതാരാ പിള്ളേർ എന്ന് മാഷ് ചോദിക്കുമ്പോൾ, എൻ്റെ മോളും മരുമോനും അവരുടെ കുഞ്ഞും. ഓ, എന്തൊരു പായസത്തിൻ്റെ മധുരമാണ് ഇളയമ്മേ എന്ന് സുചിത്ര പറയാണ്. ആ, മനസ്സിലായി, രണ്ടുപേരും കൂടി മനസ്സിലിട്ടിട്ട് എന്നോട് ഒന്നും പറയാതിരിക്കുമായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ മാഷ് പറയണ്ട, വേറെ ഒന്നോട് പറയാതിരുന്നത് തന്നോട് പറഞ്ഞത് എനിക്ക് വിഷമമാകും. ചിലപ്പോൾ അറിയാതാണെങ്കിലും താൻ ചിലപ്പോൾ സ്വപ്നവലെടുത്ത് പറഞ്ഞാലോ, അതേ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പ്രിയാമണിക്ക് അറിയാം എന്ന് പ്രിയാമണി പറയുമ്പോൾ സുചിത്ര പറയണ്ട്, അതൊക്കെ അറിയാം, പക്ഷേ സ്വപ്നയിൽ രണ്ട് വർത്തമാനം പറഞ്ഞാലേ എല്ലാം ഇളയമ്മയുടെ വായന്ന് പുറത്തേക്ക് വരും. അത് ശരിയാ, ഇന്ന് പായസം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് സുചിത്രക്കും മാഷിനൊക്കെ പായസം കൊടുക്കുകയാണ്. ശേഷം നമ്മുടെ സുചിത്ര പറയുന്നുണ്ട്, അത് എനിക്കൊരാശയം, കല്യാണത്തിന് നിങ്ങൾ കല്യാണം കഴിക്കണ മുമ്പ്, അതായത് ഇളയമ്മ ഇളയച്ചനെ കല്യാണം കഴിക്കണ മുമ്പ് ഇളയച്ചൻ ചിലപ്പോൾ സ്വപ്നവലിനെ കണ്ട് സ്വപ്നവലിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിലോ, അതുപോലെ തന്നെ ഇളയമ്മ രാമദാനെ കല്യാണം കഴിച്ചിരുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ഇളയച്ചനെ ആദ്യം പറ, എനിക്ക് കുറേ പഴനിമല ചവിട്ടേണ്ടി വരുമായിരുന്നു എന്ന് നമ്മുടെ മാഷ് പറയുമ്പോൾ, ആഹാ, അത് കൊള്ളാലോ, അപ്പോൾ നിങ്ങൾ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളൂന്നല്ലേ ആ അർത്ഥം? നിങ്ങൾ മാഷേ, നിങ്ങൾ എൻ്റെ അനുസരിച്ച് എന്തെങ്കിലും എപ്പോഴെങ്കിലും തുള്ളിയിട്ടുണ്ടോ? ചെറുതായിട്ടൊന്ന് അനങ്ങിയിട്ട് പോലും ഉണ്ടോ? അപ്പോൾ സ്വപ്നവിനെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ? അതെന്തെങ്കിലും ആവട്ടെ. ഇനി ഇളയമ പറ, രാമനാഥനെ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അയ്യോ, നിറഞ്ഞ് നിൽക്കേണ്ടി വന്നാലും ഞാൻ അയാളെ പോലത്തെ ഒരാളെ കല്യാണം കഴിക്കില്ല എന്ന് പ്രിയാമണി പറയാണ്. പക്ഷേ എന്നാലും ഇങ്ങനെ പറഞ്ഞത് കേട്ടില്ലേ, ഇങ്ങനെയൊക്കെ സ്വപ്നവിനെ കല്യാണം കഴിക്കാൻ ഒരു കുഴപ്പമില്ലെന്ന്. ഓ, ഞാനത് വെറുതെ പറഞ്ഞതാണ്, ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് മാഷ് പറയണം. എങ്കിലേ ഈ പായസം കുടിക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി പായസം കൊടുക്കുക കേട്ടോ. പായസം കൊടുത്തു കഴിയുമ്പോൾ തന്നെ പ്രിയാമണി പറഞ്ഞിട്ട്, എനിക്കറിയാം മാഷ് എൻ്റേതാണെന്ന്. ആഹാ, നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ എന്ന് സുചിത്ര പറയുമ്പോൾ, പോടി അവിടെ നിന്ന്, ഞങ്ങൾക്ക് പിണക്കമൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് ഇഷിത വരുവാട്ടോ. അങ്ങനെ നമ്മുടെ ഇഷിത ഓടി വന്നിട്ട് പ്രിയാമണിനെ കെട്ടിപ്പിടിക്കാട്ടോ. അമ്മേ, ഞാൻ ജയിച്ചു അമ്മേ, ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു. അച്ഛനെ ഒരുപാട് വിഷമം തന്നു, സോറി അച്ഛ, ഞാൻ എൻ്റെ മനസ്സിൽ ഭാരം താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനോടെല്ലാം പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും, അത് സാരില്ല മോളെ, എനിക്കറിയാലോ നിന്നെ, മഹേശ്വരി പാവാണ്, മനസ്സിനെ കട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ തീരുമാനം എടുത്തത്, അവൻ എപ്പോഴും ചേർത്ത് പിടിക്കണം നീ എന്ന് പറയുമ്പോൾ, എനിക്കറിയാം അച്ഛ അമ്മേ എന്ന് പറയുമ്പോഴേക്കും, ഞാൻ ഒന്നും അറിഞ്ഞില്ലായിരുന്നു മോളെ, പക്ഷേ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ അമ്പലത്തിലൊക്കെ നേർച്ചയും വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ട്, മഹേഷിനും ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് മോള് വരാവോ? അതിനെന്താ, ഞാൻ വരാം അമ്മേ എന്ന് പറയാണ്. ആഹാ, അമ്മേന്ന് ഇവിടെ പായസമൊക്കെ ഉണ്ടാക്കിയോ? അതെ, ചിപ്പിക്കും അതുപോലെ തന്നെ മഹേഷിനും കൊടുക്കണമായിരുന്നു, അത് സാരില്ല, നാളെ ആവട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഒരു ഗ്ലാസ് പായസം എടുക്കാൻ വേണ്ടി പ്രിയാമണി അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എല്ലാത്തിനും നന്ദി പറയേണ്ടത് ഇവളുടെ വിനോദിനോടാ. ഇവളുടെ വിനോദോ? അതാരാ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ, ഇവളുടെ വിനോദം എന്ന് ഉദ്ദേശിച്ചത് അമ്മേ, ഇവളുടെ ക്ലാസ്മേറ്റ് വിനോദ്. അതെ വിനോദ് മാളിയേക്കൽ. അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? നിൻ്റെ അച്ഛനമ്മേനെ വിളിക്കേണ്ടി വരുമോടി ഞാൻ എന്ന് പറയാണ്. അയ്യോ, ഇളയമ്മ ചതിക്കല്ലേ എന്ന് പറയാണ്. എനിക്കങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ, അമ്മേ, ഇവളുടെ ഫ്രണ്ടാണമ്മേ, അദ്ദേഹം കാണോ എന്ന് മഹേഷിനെ കണ്ടുപിടിക്കാൻ പറ്റിയത് എന്നിങ്ങനെ പറയാം കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുചിത്ര അടുത്ത് പറയുന്നുണ്ട് ശിഷ്ട, അതെ ഇപ്പം നമ്മുടെ ശുക്രൻ ഉദിച്ചിരിക്കുന്ന സമയമാണ്, സുചിത്ര എന്ത് വരം വേണമെങ്കിലുമേ അമ്മയുടെ ചോദിച്ചു, അമ്മ സാധിച്ചു തരുമെന്ന് പറയുമ്പോൾ, ഇളയമ്മേ, എനിക്കിപ്പോൾ ഒരു വരവും വേണ്ട, കുറച്ച് പായസം മതി, എടുത്ത് കുടിക്കടി, നിനക്ക് എന്താ കൈയില്ലേ എന്ന് പറയാണ്. അങ്ങനെ സുചിത്ര പായസമൊക്കെ കുടിക്കണം. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അവരങ്ങനെ നിൽക്കും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൃണാളിനി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മൃണാളിനെ എല്ലാം സെറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ രചനേനെയും അതുപോലെ തന്നെ ആകാശിനെ വിളിക്കണം. അവർ ഭയങ്കര മേക്കപ്പ് ചെയ്യണ ഒരുക്കത്തിലാട്ടോ. മൃണാളിനി പറയുന്നുണ്ട്, അതെ ലൈവ് ടെലികാസ്റ്റാണ്, എല്ലാം നല്ല കറക്റ്റായിട്ട് വേണം പറയാൻ, നോക്ക് ചിപ്പി നിങ്ങളുടെ ആരാണെന്നും നിങ്ങളുടെ മകളാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയണം. രചനയുടെ മനസ്സിൽ നിന്ന് ഈ അമ്മയുടെ സ്നേഹം ഉണ്ടല്ലോ അത് ഒഴുകി അങ്ങോട്ട് വീഴണം എന്നൊക്കെ പറയാണ്. നോക്ക് മൃണാളിനി, നീ കെട്ടിയിട്ടില്ല, നീ പ്രസവിച്ചിട്ടില്ല, പക്ഷേ ഞാൻ 2 പ്രസവിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ആകാശിന് 8 2 പ്രസവിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും അപ്പോൾ ഒരു വലിയൊരു ട്വിസ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ രചനക്ക് ഒരു മോനും കൂടി ഉണ്ട്, അത് മഹേഷിൻ്റെ തന്നെ ആവാനാണ് ചാൻസ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത് നാളെയാണെന്നുണ്ടെങ്കിൽ ആകാശ് ചോദിക്കുന്നുണ്ട് നമ്മുടെ രചന എടുത്ത്, അതെ നമ്മുടെ മോൻ നല്ല മോൻ അതിനെ റൂമിലിട്ട് പൂട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, പൂട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അവിടേക്ക് നമ്മുടെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആകാശിൻ്റെ കഴുത്തിൽ ഇങ്ങനെ കയറി പിടിച്ച് ചോദിക്കുന്നുണ്ട്, സത്യം പറയടാ, ആരുടെ മോളാടാ ചിപ്പി, നിൻ്റെ മാത്രം മോളാ എന്ന് ആകാശ് പറയാണ്. അതിനുശേഷം രചനടുത്ത് പറയുന്നുണ്ട് മഹേഷ്, അതെ നീയേ സമയം കിട്ടുമ്പോൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വന്ന, ഭാര്യയുടെ സ്നേഹം എന്താണെന്നും ഭാര്യ ഭർത്താവ് ബന്ധം എന്താണെന്നൊക്കെ ഞാനും ഇഷിത നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം ആ ഒരു മോൻ്റെ കാര്യം ഇവർ പറയുന്നുണ്ട് കേട്ടോ, ആകാശും അതുപോലെ തന്നെ രചനയും കൂടിയിട്ട്. അതെന്തായാലും ആകാശിൻ്റെ മോനല്ല, എനിക്ക് തോന്നുന്നു ചിപ്പിനെ, അതായത് രചന പ്രസവിച്ച് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണല്ലോ പോയത്, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗർഭിണിയായിട്ടുണ്ടാവും. 6 മാസം കഴിഞ്ഞാൽ പിന്നെയും ഗർഭിണിയാവുമല്ലോ, അത് ചിലപ്പോൾ മഹേഷിൻ്റെ കുഞ്ഞ് തന്നെ ആവാനാണ് ചാൻസ്. എന്തായാലും വലിയൊരു ട്വിസ്റ്റാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.